ഹായ്. അമ്മാവ പൊതുജനങ്ങളുടെ പണമാണ് എന്ന് പറയുന്ന കമൻറ്റ് കണ്ടു. സന്തോഷമുണ്ട്. ഞാനും പറയുന്നതാ, പണം പൊതുജനങ്ങളുടെയാണ്. സർക്കാരാണേലും എൽ ഡി എഫ് ആണേലും ആരും പറയുന്നില്ല ഇത് പൊതുജനത്തിൻ്റെ പണമല്ല. സർക്കാരെന്ന് പറയുന്നത് തന്നെ പൊതുജനമാണെന്നാണ് എൻ്റെ ഒരു ധാരണയിരിക്കുന്നത്. സർക്കാർ എല്ലാ ജനങ്ങളുടെയാണ്. അതിപ്പോൾ അതിന് ഇന്ന രാഷ്ട്രീയ പാർട്ടിയുടെ എന്നൊന്നുമല്ല, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് സർക്കാർ, പൊതുവായതാണ്. അവിടെ കോൺഗ്രസിൻ്റെ ആണെന്നോ കമ്മ്യൂണിസ്റ്റ് ആണെന്നൊന്നും അല്ല സർക്കാർ എന്നുള്ളതിൻ്റെ അത് മീനിങ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായിട്ടൊരു അർത്ഥമൊന്നും പറയാൻ എനിക്കറിയില്ലല്ലോ. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിൻ്റെ പ്രവൃത്തികളോ അല്ലെങ്കിൽ ഈ ഔദാര്യങ്ങളോ പൊതുജനത്തിൻ്റെ അതായ പൊതുജനം കൊടുക്കുന്ന കാശ് ഒരാളുകളിൽ എത്തുന്നു, അത് അവർ വേണ്ട വിധം അത് വിതരണം ചെയ്യുന്നു. ആ വിതരണം ചെയ്യുന്നത് പല രീതിയിൽ സബ്സിഡികളായിട്ടോ വീടായിട്ടോ അങ്ങനെ പലതുമായിട്ടായിരിക്കും, ഭൂമിയായിട്ടൊക്കെ ആയിരിക്കും, പെൻഷനായിട്ടോ. പക്ഷെ അത് എൽ ഡി എഫിൻ്റെ മാത്രം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രം ഒരു ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതല്ല ചെയ്യുന്നത്, എല്ലാവർക്കുമായിട്ടാണ് കൊടുക്കുന്നത്. അതാണല്ലോ അതിൻ്റെ യാഥാർത്ഥ്യമായ ഒരു വ്യവസ്ഥയുള്ളത്, ഒരു നിയമവ്യവസ്ഥയുള്ളത്. അതല്ലാതെ ഇന്നയാളുടെ ഒന്നും സർക്കാരിൻ്റെ. അപ്പോൾ ആ സർക്കാരിൻ്റെ കയ്യിലേക്ക് പണം കൊടുക്കേണ്ടതില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കതിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു കക്ഷിയെ നിങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്നുള്ളതാണല്ലോ. അങ്ങനെയാണല്ലോ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ തന്നെ ചെയ്തോളത് പറഞ്ഞ് 100-150 വീടോ മറ്റോ പണിത് കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് പിരിച്ചതും. അപ്പം നിങ്ങൾക്ക് മാത്രമേ ഇവിടെ പിരിച്ചിട്ട് ഒന്നും ചെയ്യാതെ പുട്ടടിക്കാനോ ഒക്കെയുള്ള അനുവാദമുള്ളൂ എന്നുള്ളതല്ലേ. അതിനുള്ള അനുവാദവും അധികാരവും ഒക്കെ അത് നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. അല്ലാതെ ഇപ്പോൾ അത് എൽ ഡി എഫിനോ ഇടതുപക്ഷ സർക്കാരിനോ ഒന്നും അതിന് ഒരു പങ്കുമില്ലെന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം, പിരിക്കുകയോ ബാങ്കുകൾ കൊള്ളയടിക്കുകയോ ഒക്കെ ചെയ്യാം. നമുക്കതൊന്നും പാടില്ലാത്തതുകൊണ്ട് നമ്മളതൊന്നും ചെയ്യാറില്ല. പിന്നെ ഇതിനൊക്കെ നേരിട്ടൊരു മന്ത്രിമാരോ ഒരു ആൾക്കാരോ കൊടുക്കുന്നവരൊന്നും പോയി അല്ല ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു ഏജൻസിയെ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വലിയ പഴക്കവും തഴക്കവും ഒക്കെ ആയ ഒരാളെങ്കിലും തന്നെ എല്ലാവരും വിശ്വസിക്കുന്നത്. അവർ ഒത്തിരിയേറെ പദ്ധതികൾ എത്രയോ വർഷങ്ങളായിട്ട് തുടങ്ങിയതാണെന്നാണ് പറയുന്നത് അവരുടെ കമ്പനി. നല്ല പദ്ധതികളും പണികളും അവർക്ക് പുട്ടടിക്കാൻ ആൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് തന്നെ. ഇന്നലെ മറ്റേ നമ്മുടെ എന്തോന്ന് റിപ്പോർട്ട് TV ഡോക്ടർ അരുൺകുമാർ അതിൻ്റെ പഠനാത്മകമായ വിശദീകരണം തന്നെ നടത്തുന്നുണ്ട്. അത് കേട്ടാൽ മനസ്സിലാവും എന്താണ് ഏതാണ് എന്ന്. അല്ല ചുമ്മാ ഏതെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും പറയുന്ന കേട്ടോണ്ട് പറയുകയല്ല. അതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചിട്ട് നിങ്ങൾക്കും അത് സാധിക്കുന്ന കാര്യങ്ങളാണല്ലോ, നിങ്ങളും അത് ചെയ്യുക. ഇതിപ്പോൾ കൊടുക്കണ്ട സർക്കാരിന്. അതായത് നിങ്ങൾ പറയുന്ന ഈ പൊതുജനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് പൊതുജനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെയാണ്. ഇതിനെയൊക്കെ നിയന്ത്രിക്കാനും നടത്താനും വേണ്ടി ഏജൻ്റാക്കി വെച്ചിരിക്കുന്നതാണ് LDF സർക്കാർ. അതുകൊണ്ട് ആ സർക്കാരിലേക്ക് കൊടുക്കണ്ട എന്നും പറഞ്ഞ് നിങ്ങൾ പിരിച്ച കാശുണ്ട്. ആ പിരിച്ച കാശ് ആപ്പിന് വേണ്ടി മാത്രം ചിലവാക്കിയെന്നാണ് നിങ്ങൾ പറയുന്നത്. എന്നിട്ട് നിങ്ങൾ ചെയ്തതോ അവിടെയെങ്ങാണ്ട് പോയി കാലക്കാട്ടിലെങ്ങാണ്ട് പോയിട്ട് കുറച്ച് ഭൂമി മേടിച്ചൊരു തറക്കല്ല് വിട്ട് മനുഷ്യനെ പറ്റിച്ചു. അതിനൊന്നും നിങ്ങൾക്ക് ഉത്തരവില്ല, മറുപടിയില്ല. ഒരു മറുപടി അതിന് പറയാനില്ല. അതാണ് നിങ്ങളുടെ ഒരു സ്ഥിതി. എന്നിട്ടാണ് നിങ്ങൾ ഇത്രയും ചെയ്ത ഒരു സർക്കാരിനെ കുറ്റം പറയുന്നത്. ഇതുകൊണ്ടുള്ള ദോഷം എന്താ? ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ പണ്ട് പ്രളയകാലത്തോ മറ്റേ ഇങ്ങനെ നിങ്ങളിങ്ങനെ ആവശ്യമില്ലാത്ത കുറ്റങ്ങളൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടുള്ള ദോഷം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ചെയ്യുന്നത് ഇപ്പം നമുക്കൊന്നിച്ചങ്ങ് ഇറങ്ങുമല്ലേ എന്ന് പറയുമ്പോൾ തന്നെ, ഒരു മുഖ്യമന്ത്രി പറയുമ്പോൾ തന്നെ ജനങ്ങൾ ഒന്നായിട്ട് അതിന് പിന്നാലെ ഇറങ്ങി വേണ്ടത് ചെയ്തു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ 10 കൊല്ലത്തിനോട്. കാരണം അത്ര വിശ്വാസമാണ് ജനങ്ങൾക്ക്. ആ വിശ്വാസത്തെ തകർക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. കാരണം നിങ്ങൾ ചെയ്യുകയില്ല. അത് നിങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ ഇവർ LDF ഇടതുപക്ഷം ചെയ്യുമ്പോൾ നിങ്ങൾക്കതൊരു മോശവും കുറച്ചിലുമായിട്ട് വരും. അപ്പോൾ ജനങ്ങളിൽ നിന്നും ചോദ്യം വരും. ആ ചോദ്യത്തെ അതിജീവിക്കുവാനും ആ ചോദ്യങ്ങളെ ഇല്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് മുഴുവൻ പറയുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ അവനവിടെ ക്രാക്കുണ്ട്, അതിനൊക്കെ 5 വർഷത്തെ ഗ്യാരണ്ടി ഉള്ളതാണെന്നാണ് പറയുന്നത്. ആ 5 വർഷത്തെ ഗ്യാരണ്ടിക്കുള്ളിൽ അവിടെ ചെയ്യേണ്ട ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ട് ആ കെട്ടിടങ്ങൾ ഇപ്പോഴും
ആർക്കും അത് പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. സർക്കാരത് 178 വീടോ മറ്റോ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും സർക്കാർ ഏറ്റെടുത്തിട്ടില്ല എന്നാണ് ഈ കഴിഞ്ഞ ദിവസത്തെ അരുൺകുമാറിൻ്റെ ആ വിവരണത്തോടു കൂടി എനിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ അമ്മാവ എന്നുള്ള വിളിയൊക്കെ എനിക്കിഷ്ടമാണ്. ഞാനൊരു അമ്മാവൻ തന്നെയാണ്, എനിക്ക് ഇച്ചിരി പ്രായമായി, അതുകൊണ്ട് അമ്മാവ എന്നൊക്കെ നല്ല വിളിയാണ്. അത് ചിത്തെറിയുന്നതല്ല കേട്ടോ. പൊതുജനത്തിൻ്റെ പണമാണ് എന്ന് പറയുന്നത് നേരാണ്, പൊതുജനത്തിൻ്റെ തന്നെ. അത് ഒരു LDF സർക്കാരോ ഒരു ഇടതുപക്ഷക്കാരോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും അത് പറയുന്നുമില്ല. മറിച്ച് അവർ കൊടുത്ത പണമുണ്ട്, ഈ DYFIക്കാരും CPMകാരൊക്കെ കൊടുത്തു, എന്നിട്ട് പോലും അവർ പറയുന്നില്ല. പിന്നെ ആ കൊടുത്ത പണവും കൂടി ഇല്ലാന്ന് നിങ്ങളാണോ പറയുന്നത്? അതിന് രേഖകളുണ്ട്, എന്നിട്ട് നിങ്ങൾ പറയും അത് കൊടുത്തിട്ടില്ലെന്ന്. ചുമ്മാ അങ്ങനെ നിങ്ങൾ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങൾ പറയുന്നു എന്നുള്ളതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ചുമ്മാ ഓരോരുത്തന്മാർ ഇരുന്ന് ഇളിക്കുന്നത് കണ്ടാലോ എന്തോ വലിയ അത്ഭുതം സൃഷ്ടിച്ച പോലെ, നുണ പറയുന്നു, നുണയുടെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച പോലെ. അബിൻ വർക്കിയുടെയൊക്കെ ഇരിപ്പം വർത്തമാനങ്ങളെ കേട്ട് കഴിഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല, കാശ് പിടിച്ചെടുക്കുകയും ചെയ്തു. ഇപ്പം ചെയ്യുമെന്ന് പറയുന്നതുകൊണ്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ LDFനെ കുറ്റം പറയാനുള്ള യോഗ്യത എന്നുള്ളത് ആദ്യം പറയാം. എന്തെങ്കിലും യോഗ്യതയുണ്ടോ? നമുക്കില്ല. ആ യോഗ്യത ഇല്ലാത്ത നിങ്ങളായിപ്പോൾ ഈ ഇരുന്ന് പറയുന്നത്, ഈ ചോദ്യം ചോദിക്കുന്നത്. നിങ്ങളാദ്യം നിങ്ങളൊക്കെ ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ കഴിഞ്ഞ പോസ്റ്റൊക്കെ ഇടാറുണ്ട് നമ്മുടെ കർണാടകയിലെ തെലങ്കാനയിലൊക്കെ കാര്യങ്ങൾ. ആ പാവങ്ങൾക്ക് കൊടുക്കാത്തത് നിങ്ങളാണ് ഇവിടെ കിടന്നുകൊണ്ട് ഈ പറയുന്നത്. ഇവിടെയും കട്ട് എടുക്കുമായത്, പിരിച്ച് പൊട്ടടിക്കുക, എന്നിട്ട് ഞങ്ങൾക്ക് അത്രയും കിട്ടിയിട്ടില്ലെന്ന്. നിസ്സാരമാകുന്ന ഒരു ഇയർക്കിൽ പാർട്ടി മുസ്ലിം ലീഗിന് കിട്ടിയവരത് അത്രയും ചെയ്ത് വെച്ചു. ആയിക്കോട്ടെ, ഇപ്പോൾ അതിനും വീഡിയോകളൊക്കെ വരുന്നുണ്ട്, അതും ഈ പറയുന്ന പോലെ താമസിക്കാൻ കൊള്ളാത്തതാണ് എന്നൊക്കെ കാണിച്ച ചില വീഡിയോകളൊക്കെ. എന്നാലും അവർ അത്രയും ചെയ്തിട്ടില്ല. അതുപോലും ചെയ്യാത്ത കോൺഗ്രസിന് എന്ത് യോഗ്യതയുള്ളത്? അതാ എനിക്ക് മനസ്സിലാകാത്തത്. എന്നിട്ട് ആ അമ്മാവ അങ്ങനെയൊക്കെ പറയാമോ എന്ന് ചോദിച്ചരുത്. അമ്മാവൻ പറയേണ്ടത് പറയാം, അമ്മാവനതിനുള്ള യോഗ്യതയൊക്കെ ഉണ്ട്. ആ അമ്മാവൻ ആ പാർട്ടിയുടെ പിന്നിലാണ് നിൽക്കുന്നു. ഇപ്പോൾ ഇവൻ തന്നെ പിന്നെ എന്താ നൗഫ്സലോ അവൻ തന്നെ കാണിച്ചു കൊടുക്കുമ്പോൾ അവൻ തന്നെ കാണിക്കുന്നത് എന്താ, ഈ പറയുന്ന കോൺഗ്രസിൻ്റെ വീട് വേണ്ടാന്നും പറഞ്ഞിട്ടാണ് അവൻ ഈ സർക്കാരിൻ്റെ വീട് മതിയുന്നത്. അപ്പം നിങ്ങളെ വിശ്വാസമില്ലാതിട്ടുള്ള വിശ്വാസമില്ലാത്തതുകൊണ്ടല്ലേ അവൻ സർക്കാരിൻ്റെ വീട് മതിയുന്നത്. നിങ്ങളെ വിശ്വാസമുള്ളവരൊക്കെ ആ 15 ലക്ഷം മേടിച്ചു പോയി. അപ്പോൾ അവന് വെറുതെ വിടണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, അവനും ആ വീട്ടിൽ താമസിക്കാൻ പേടിയാണ് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്ന ഒരു പറച്ചിലാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ആ വീട് വേണ്ട എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതിന് നിങ്ങളെൻ്റെ കാര്യം കുതിര കയറിയിട്ടൊന്നും കാര്യമില്ല. ആ വീട് അതിന് പകരം അവന് വെറുതെ ഒന്നുമല്ലല്ലോ, 15 ലക്ഷം മേടിച്ച് പോയവരെ പോലെ തന്നെ അവനും ആ 15 ലക്ഷം കൊടുത്ത് വിടാനേ പറഞ്ഞത്. ഒന്നും കൊടുക്കാതെ ഇറക്കി വിടാൻ പറ്റില്ലല്ലോ. ആ സർക്കാരിൻ്റെ പണമാണ്, അത് കൊടുക്കാനുള്ളത് കൊടുക്കരുതെന്നല്ലോ പറഞ്ഞത്. അപ്പോൾ ആ പണം പൊതുജനത്തിൻ്റെ ആണ്. ആ പൊതുജനത്തിൻ്റെ പണം എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ള ധാരണയൊക്കെ ഉണ്ട്. ആ ധാരണയിൽ അത് പോകുന്നത്. വെറുതെ ഒരാളെങ്കിലും അങ്ങ് അടിച്ചുകൊണ്ട് പോകാനൊന്നുമല്ല. അതിൻ്റെ ഒരു വിശദമായ വീഡിയോ തന്നെ അരുൺകുമാർ ആ പത്രപ്രവർത്തകൻ പറയുന്നുണ്ട്. അയാൾ വെറുതെ പറയുന്നതല്ല, അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് പറയുന്നത്. അത് ചുമ്മാതെയൊന്നും പറയുന്നതല്ല. അത് അങ്ങനെ 1-2 പത്രപ്രവർത്തകരെ ഞാൻ കണ്ടു, അവർ പറയുന്നു. അവരൊക്കെ പോയി ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ട് അവിടെ അങ്ങനെയുണ്ടോ എന്ന് പറയുകയല്ല ചെയ്തു. അതിനെ പോയി അന്വേഷിച്ച് എല്ലാ രീതിയിലും അന്വേഷിച്ച് വിദഗ്ധരായ ആൾക്കാരുടെ അഭിപ്രായത്തോടു കൂടി ആണ് പറഞ്ഞത്. അപ്പം നിങ്ങളും അതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ചുമ്മാ ഇരുന്ന് ഒരു യോഗ്യതയില്ലാതെ ഇരുന്ന് കുറ്റം പറയുകയല്ല വേണ്ടത് കേട്ടോ. ഇത്രയും പറയുന്നുള്ളൂ ഞാൻ. ബാക്കി പറയാൻ സമയമില്ല, പിന്നെ പറയാം. ഓക്കെ.